ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമായ സ്റ്റേബിൾ മണി ആപ്പിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റേബിൾ മണി ആപ്പ് എന്നത് വിവിധ ബാങ്കുകളിലെയും NBFCകളിലെയും സ്ഥിര നിക്ഷേപങ്ങളെ താരതമ്യം ചെയ്യാനും മികച്ച പലിശ നിരക്കിൽ നിക്ഷേപം നടത്താനും സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. സാധാരണയായി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കായി നമ്മൾ ഓരോ ബാങ്കുകളും കയറിയിറങ്ങേണ്ടി വരും. എന്നാൽ ഈ ആപ്പ് അതിനൊരു ശാശ്വത പരിഹാരമാണ്. ഇത് RBIയുടെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളുമായും NBFCകളുമായും മാത്രമാണ് സഹകരിക്കുന്നത് എന്നതിനാൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ തികച്ചും സുരക്ഷിതമാണ്. സ്റ്റേബിൾ മണി ആപ്പിനെ ആകർഷകമാക്കുന്ന ചില പ്രധാന സവിശേഷതകൾ ഇതാ. മികച്ച പലിശ നിരക്കുകൾ 200-ലധികം ബാങ്കുകളിലെയും NBFCകളിലെയും FD നിരക്കുകൾ ഒരിടത്ത് താരതമ്യം ചെയ്യാനും ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. സാധാരണ ബാങ്കുകൾ നൽകാത്ത ഉയർന്ന പലിശ നിരക്കുകൾ പല സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും ലഭിക്കുന്നത് ഈ ആപ്പ് വഴി കണ്ടെത്താൻ സാധിക്കും. ലളിതമായ നിക്ഷേപം. വെറും 3 മിനിറ്റിനുള്ളിൽ പേപ്പർ രഹിതമായി നിക്ഷേപം തുടങ്ങാൻ സാധിക്കും. KYC നടപടികൾ ഓൺലൈനായി പൂർത്തിയാക്കാം. സുരക്ഷിതത്വം. ഈ ആപ്പ് വഴി നടത്തുന്ന എല്ലാ നിക്ഷേപങ്ങൾക്കും ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അതായത് ഒരു ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ 5 ലക്ഷം രൂപ വരെ നിങ്ങളുടെ നിക്ഷേപം സുരക്ഷിതമായിരിക്കും. പണം കൈകാര്യം ചെയ്യുന്നില്ല. സ്റ്റേബിൾ മണി നിങ്ങളുടെ പണം നേരിട്ട് കൈകാര്യം ചെയ്യുന്നില്ല. നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബാങ്കിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു. എളുപ്പമുള്ള ട്രാക്കിംഗ്. നിങ്ങൾ നടത്തിയ എല്ലാ നിക്ഷേപങ്ങളും ഒരിടത്തുനിന്ന് ട്രാക്ക് ചെയ്യാനും നിയന്ത്രിക്കാനും സാധിക്കും. പലിശ ലഭിക്കുന്ന തീയതികളും കാലാവധി പൂർത്തിയാകുന്ന തീയതികളും കൃത്യമായി അറിയാൻ കഴിയും. ഇൻസ്റ്റന്റ് വിത്ഡ്രോവൽസ്. നിബന്ധനകൾക്ക് വിധേയമായി എളുപ്പത്തിൽ നിങ്ങളുടെ ഫണ്ടുകൾ പിൻവലിക്കാനുള്ള സൗകര്യവും ഈ ആപ്പ് നൽകുന്നു. ആർക്കൊക്കെ ഉപയോഗിക്കാം? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും സ്റ്റേബിൾ മണി ആപ്പ് വളരെ പ്രയോജനകരമാണ്. പുതുതായി നിക്ഷേപം തുടങ്ങുന്നവർക്ക് എളുപ്പത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മനസ്സിലാക്കാനും നിക്ഷേപം നടത്താനും സാധിക്കും. മുതിർന്ന പൗരന്മാർക്ക് ഉയർന്ന പലിശ നിരക്കുകൾ ലഭിക്കാൻ ഇത് വളരെ സഹായകമാണ്. റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിരമായ വരുമാനം നേടാൻ സാധിക്കുന്നു. സമയം ലാഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകൾ കയറിയിറങ്ങാതെ എളുപ്പത്തിൽ നിക്ഷേപങ്ങൾ നടത്താം. സ്റ്റേബിൾ മണി ആപ്പ് ഉപയോഗിച്ച് നിക്ഷേപം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റേബിൾ മണി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സൈൻ അപ്പ് ചെയ്യുക. വിവരങ്ങൾ നൽകുക. നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളും പാൻ കാർഡ്, ആധാർ കാർഡ് വിവരങ്ങളും നൽകി KYC പൂർത്തിയാക്കുക. FD തിരഞ്ഞെടുക്കുക. വിവിധ ബാങ്കുകളിലെ FD നിരക്കുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായ നിക്ഷേപം തിരഞ്ഞെടുക്കുക. നിക്ഷേപം നടത്തുക. UPI, നെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ് കാർഡ് എന്നിവയിലേതെങ്കിലും ഉപയോഗിച്ച് തുക നിക്ഷേപിക്കുക. സ്ഥിരീകരണം. നിക്ഷേപം വിജയകരമായി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരീകരണം ലഭിക്കും. സ്റ്റേബിൾ മണി വഴി ഒരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സ്ഥിര നിക്ഷേപം ഈടായി വെച്ച് ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡാണ് FD ക്രെഡിറ്റ് കാർഡ്. നിങ്ങളുടെ FD തുകയുടെ ഒരു നിശ്ചിത ശതമാനം ക്രെഡിറ്റ് പരിധിയായി ലഭിക്കും. എയർപോർട്ട് ലോഞ്ച് പ്രവേശനം, യാത്രാ ബുക്കിംഗുകളിൽ കിഴിവുകൾ, ചില ബ്രാൻഡുകളിൽ നിന്നുള്ള ഓഫറുകൾ തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് ആദ്യമായി ഉപയോഗിക്കുന്നവർക്കും ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ പ്രയോജനകരമാണ്. എല്ലാ ഇടപാടുകൾക്കും 0.5% ക്യാഷ്ബാക്ക് ലഭിക്കുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, റിക്കറിംഗ് ഡിപ്പോസിറ്റുകൾ എന്നിവ കൂടാതെ ബോണ്ടുകളിലും നിക്ഷേപിക്കാനുള്ള സൗകര്യം സ്റ്റേബിൾ മണി ആപ്പ് നൽകുന്നു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് സ്റ്റേബിൾ മണിക്കുണ്ട്. ഇത് നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അടക്കം ഒട്ടനവധി ബോണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായി നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് നൽകണം. ശേഷം ആധാർ വെരിഫൈ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്യണം. അടുത്തതായി സെൽഫി എടുക്കണം. ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്ത് എംപ്ലോയ്മെന്റ്, ഇൻകം, ഡിമാറ്റ് അക്കൗണ്ട് പോലെയുള്ള കുറച്ചു ഡീറ്റെയിൽസ് കൂടി നൽകിയാൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. 100 രൂപ മുതൽ നിങ്ങൾക്ക് ബോണ്ടുകളിലും 1000 രൂപ മുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ബോണ്ടിൽ നിക്ഷേപിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനായുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.